എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്ന് വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ 5 വർഷമായി തങ്ങൾ കാത്തിരുന്ന ഒരു പെൻഷൻ പദ്ധതി ഒടുവിൽ അത് കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയപ്പോൾ 2 മാസം കൊണ്ട് നിർത്തലാക്കുകയാണോ? 2026 ഏപ്രിൽ മാസം കടന്നുപോയി. പക്ഷേ അർഹതപ്പെട്ട സ്ത്രീ സുരക്ഷാ പെൻഷൻ ആരുടെയും കൈകളിൽ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ തങ്ങളുടെ ഭരണകാലത്തെ അവസാന മാസത്തിൽ ഈ പെൻഷൻ വിതരണം ചെയ്യാതിരുന്നത്? ഇത് വെറും ഒരു സാങ്കേതിക തടസ്സമാണോ അതോ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. 2021 കോവിഡിന് ശേഷമുള്ള തിരിച്ചുവരവിലായിരുന്നു ജനങ്ങൾ. ഈ ഒരു സമയത്ത് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വീട്ടമ്മമാർക്കുള്ള ഒരു പെൻഷൻ പദ്ധതിയും വീട്ടമ്മമാരുടെ അടുക്കള ഭാരം കുറക്കുന്നതിന് വീട്ടു ഉപകരണങ്ങൾ സൗജന്യമായോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ, അതായത് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതിയും. എന്നാൽ ഭരണത്തിലിരുന്ന് 4.25 വർഷം സർക്കാർ ഈ പദ്ധതിയിൽ മൗനം പാലിച്ചു. കൃത്യമായി പറഞ്ഞാൽ കാലാവധി തീരാൻ വെറും 3 മാസം ബാക്കിയുള്ളപ്പോൾ, അതായത് 2026 ഫെബ്രുവരിയിൽ പെൻഷൻ വിതരണം തുടങ്ങുന്നു. മാർച്ചിൽ ഇലക്ഷൻ നടക്കുന്നു. അപ്പോഴും വിതരണം തുടർന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന ഏപ്രിൽ മാസമായപ്പോൾ പെൻഷൻ പെട്ടിയിലായി. ഇലക്ഷൻ വോട്ട് ലക്ഷ്യമിട്ട് മാത്രമാണോ ഈ പദ്ധതി ധൃതി പിടിച്ച് നടപ്പിലാക്കിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേട്ട് പഞ്ചായത്തുകളിലൂടെ അപേക്ഷ നൽകി നേടിയെടുത്തിട്ടുള്ളതാണ്. പല ആളുകളും പല രേഖകളും തയ്യാറാക്കാൻ നെട്ടോട്ടമോടി. അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിന്നും 200 വരെ തുക നൽകിയും ആദ്യ അപേക്ഷ നിരസിച്ചപ്പോൾ വീണ്ടും അപേക്ഷ നൽകാനുള്ള പണം ചിലവഴിച്ചും നേടിയെടുത്ത പെൻഷൻ ഇനി അങ്ങോട്ട് 60 വയസ്സുവരെ ഇത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ തുടങ്ങിയ സർക്കാർ തന്നെ ഏപ്രിൽ മാസത്തിൽ സർക്കാരിൻ്റെ അധികാര സമയം ഉണ്ടായിട്ടും പദ്ധതിയിലൂടെയുള്ള പണം വിതരണം ചെയ്തില്ല. അത് എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ അവസാന മാസമായിട്ടുള്ള ഏപ്രിൽ മാസത്തിൽ ഇത് വിതരണം ചെയ്യാതിരുന്നത്? ഖജനാവിൽ പണം ഇല്ലാത്തത് കൊണ്ടാണോ അതോ വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി പെൻഷൻ നൽകേണ്ടതില്ല എന്ന നിലപാടാണോ? പാവപ്പെട്ട വീട്ടമ്മമാരും പ്രായമാകുന്ന സ്ത്രീകളും ഈ തുക കൊണ്ട് തങ്ങളുടെ മരുന്നും ഭക്ഷണത്തിനും വഴി കണ്ടെത്തുന്നവരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പണം മുടങ്ങിയത് വലിയൊരു പ്രഹരമാണ്. ഇപ്പോൾ UDF അധികാരത്തിൽ വരുമ്പോൾ ഈ പെൻഷൻ തുറന്നു ലഭിക്കുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇടത് സർക്കാർ പകുതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു പദ്ധതി പുതിയ സർക്കാർ ഏറ്റെടുക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ പുകയുകയാണ്. ഒരു ജനക്ഷേമ പദ്ധതി എന്നുള്ളത് വോട്ട് പിടിക്കാനുള്ള ചൂണ്ടയല്ല, അത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാത്രം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും വോട്ട് കഴിഞ്ഞാൽ ഉടൻ അത് നിർത്തലാക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണോ എന്ന് വരും ദിവസങ്ങളിൽ കൂടി വ്യക്തമാകുന്നതാണ്. പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് വ്യക്തമായി നടപ്പിലാക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. UDF സർക്കാർ ഇനി ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും നൽകേണ്ടതുണ്ട്. മുൻ പദ്ധതി തുടർന്ന് കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് UDF സർക്കാരിന് തുടക്കത്തിൽ തന്നെ വലിയ ബാധ്യതയാകും. പുതിയ ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ നിരവധി വെല്ലുവിളികൾ പുതിയ ഭരണസമിതിയെ കാത്തിരിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കോടിക്കണക്കിന് രൂപ നൽകാനുണ്ട്. മറ്റു കടങ്ങളും നിരവധിയാണ്. ഇതിനോടൊപ്പമാണ് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകേണ്ടത്. 2000 രൂപ നൽകുമ്പോൾ 950 കോടി രൂപയാണ് ഓരോ മാസവും വേണ്ടത്. അതിനോടൊപ്പം എല്ലാ മാസവും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ നിലവിൽ തന്നെ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് അത് ലഭിക്കുന്നുണ്ട്. 32 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിന് അവകാശപ്പെട്ടവരാണ്. എല്ലാ അപേക്ഷയും ലഭിച്ചു കഴിഞ്ഞാൽ 25 ലക്ഷത്തിലധികം ആളുകൾക്ക് എല്ലാ മാസവും ഇത് നൽകേണ്ടതും ഉണ്ട്. വോട്ടിനു വേണ്ടി മാത്രം പ്രഖ്യാപിക്കുകയും തുടർ ഭരണം വീണ്ടും ലഭിച്ചാൽ തുടർന്ന് പദ്ധതി കൊണ്ടുപോവാം, ഇല്ലെങ്കിൽ അത് നിർത്തലാക്കാം എന്ന തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്ത പിണറായി സർക്കാർ ജനങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ചെയ്തിരിക്കുന്നത് കൊടും വഞ്ചനയാണ്. അധികാരത്തിലേറ്റ UDF സർക്കാരിനോട് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇത് വാങ്ങി തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് നിർത്തലാക്കരുത്.
ഈ പദ്ധതി നിങ്ങളുടെ ഒരു പദ്ധതിയായിട്ടെങ്കിലും നടപ്പിലാക്കി തുടങ്ങണമെന്നുള്ളതാണ് അപേക്ഷ. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.